മര്യാദയുണ്ട് നിനക്ക്? എത്രത്തോളം തഴം തരം? നീ ഒരു സ്ത്രീയാണോ? നീ ഒരു പെണ്ണാണോ? എത്രയോ പിള്ളേരെ, എത്രയോ പൊടി പിള്ളേരെ പാറയിലെറിഞ്ഞ് കടലിലെറിഞ്ഞൊക്കെ എത്രയോ അമ്മമാര് കൊല്ലുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ നല്ല അന്തസ്സായിട്ട് 4 പേര് അറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ കൊച്ചിനെ നോക്കുന്നത്. അല്ലാതെ നിന്നെ കൂട്ട് ഭർത്താവും മക്കളും ഇല്ലാഞ്ഞിട്ട് നെറ്റിയിൽ സിന്ദൂരം ഇട്ട് കണ്ടോരെ മൊത്തം എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ എല്ലാവരെയും കണ്ണു. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസം മുമ്പ് ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇത് റിയാക്ട് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പം അധിക പേര് ഈ വിഷയം എടുത്ത് സംസാരിച്ചിട്ടില്ല. എന്നാൽ സംസാരിക്കാമെന്ന് കരുതി. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവർക്കും ഉള്ളതാണ്. ആർക്ക് വേണമെങ്കിലും അയാൾ അക്കൗണ്ട് തുടങ്ങാം, വീഡിയോസ് ഇടാം, വീഡിയോസ് ഇടാണ്ട് നിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ എന്ത് വീഡിയോ എടുക്കണം, എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളത് നമ്മളുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കമൻറ്റ് ഇടാം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. ഒരു ഫോൺ ഉണ്ട്, ടൈപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ട് എന്ന് കരുതി വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ കമൻറ്റ് ഇടരുത്. ഈവൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളെല്ലാവരും കുറ്റം പറയുന്നുണ്ട്. നമ്മളൊരു ടോപ്പിക് എടുത്തുകൊണ്ട് വളരെ നീറ്റായി ഓപ്പോസിറ്റിലെ വ്യക്തിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പലരും വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് നമ്മൾ അവരെ തരം താഴ്ത്തി കെട്ടിയിട്ടോ അവരെ ഇല്ലാണ്ടാക്കിയിട്ടോ അവരെ ഒന്നുമല്ലാണ്ടാക്കിയിട്ടോ ഇന്നേ വരെ നമ്മൾ ഒരു വീഡിയോയും നമ്മളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്നാൽ എൻ്റെ വീഡിയോൻ്റെ പലതിൻ്റെയും താഴെ വരുന്ന പല കമൻറ്റുകളും കണ്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. റീസെൻ്റ്ലി എനിക്ക് ബിഗ് ബോസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ താഴെ എനിക്ക് വന്നൊരു മോശം കമൻറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഡെഫിനറ്റ്ലി ആ പെർട്ടിക്കുലർ കമൻറ്റ് നോക്കുമ്പം അതൊരു യൂട്യൂബ് ചാനലാണ്. അതിൽ ഭാര്യയും മക്കളൊക്കെ വെച്ചിട്ട് ഞാൻ കരുതിയിരുന്നു എലനോസ് പാട്ട ചെയ്യുന്നത് പോലെ ഇവരുടെ മുഖവും ഫോട്ടോയും വീഡിയോയും വെച്ചിട്ട് അങ്ങ് പബ്ലിക് ആക്കിയാലോ. പിന്നെ വേണ്ട കരുതി വിട്ടു. കാരണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്കതിന് മാത്രമേ നേരമുണ്ടാവും. പക്ഷേ ചില കമൻറ്റുകൾ, ചില വാക്കുകൾ ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മാക്സിമം നോക്കി സൂക്ഷിച്ച് കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു വാക്കാണെങ്കിലും കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അത് അവരിൽ ഉണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാണ് ഇന്നത്തെ വീഡിയോ ഞാൻ തുടങ്ങുന്നത്. സോ എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. അപ്പോൾ അനാമിക വിഷ്ണു നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഡിസ്കഷൻ ഉണ്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈവൻ ഞാനും അതെടുത്ത് ഓൾറെഡി റിയാക്ട് ചെയ്തതാണ്. എന്താ കാര്യമെന്ന് ഞാൻ ഓൾറെഡി പറയുന്നില്ല, കാരണം ഈ ഒരു പേര് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ ഇഷ്യൂസ് എല്ലാം മറന്ന് ഇവർ അനാമിക വിഷ്ണു എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല രീതിയിലുള്ള ഫാമിലി വ്ളോഗ് കണ്ടന്റ് കാര്യങ്ങൾ ഇട്ട് പോവുകയാണ്. അതിൽ കുറേ പ്രൊമോഷൻസ് ഉണ്ട്, കുട്ടിയുടെ വീഡിയോസ് ഉണ്ട്, ഇവരുടെ വീഡിയോസ് ഉണ്ട്, ട്രാവൽ വീഡിയോസ് ഉണ്ട്, ഫുഡ് വീഡിയോസ് ഉണ്ട്, പിന്നെ ഒരു ഫാമിലി വ്ളോഗ് സ്റ്റൈൽ. അപ്പോൾ ഫാമിലി വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം അത്യാവശ്യം നല്ല റീച്ചുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഫാമിലി വ്ളോഗ് എന്ന് പറയുന്നത് യൂട്യൂബിൽ. ആ ഫാമിലിന് ഇഷ്ടപ്പെട്ട പിന്നെ അതിന് സപ്പോർട്ടായി അവരുടെ കൂടി 24 മണിക്കൂർ നിൽക്കുന്ന കുറേ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും. അങ്ങനെ കറൻ്റ്ലി ഫാമിലി വ്ളോഗ് എന്ന നിലയിൽ അനാമിക വിഷ്ണു ഇങ്ങനെ കയറി നല്ല രീതിയിൽ നല്ല ഡീസൻ്റ് ആയി പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടു. ഞാൻ ആ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യാം. കുട്ടിയുടെ ഫേസ് ഞാൻ ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട്, കാരണം ചെറിയ മൈനർ കുട്ടി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ചാനലിൽ കാണിക്കാൻ താല്പര്യമില്ല. സമയം രാത്രി 1:30 ഇവിടെ അമ്മയും മോളും കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ? എന്റെ മുടി വെട്ടടി. വീട് വെച്ചേ എന്റെ കോല നോക്കുന്നെന്നോ എങ്ങനെ കണ്ടു? മുടി പിടിച്ച് വലിച്ചിട്ട് വീഡിയോ ഉള്ളൂ. ഒരു രാത്രി സമയങ്ങളിൽ അനാമികയുടെ കുട്ടിയും തമ്മിലുള്ള ഒരു രസകരമായ നിമിഷം. ഈ വീഡിയോന്റെ താഴെ ഒരു കമന്റ് വരികയാണ്. ഈ കമന്റിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോയുടെ ആരംഭം. കമന്റ് എന്താന്നുള്ളത് ഞാൻ വായിച്ചു തരാം. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും എന്നാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. കമന്റ് ഇട്ടത് രാണി പി സദാശിവൻ. ഈ രാണി പി സദാശിവൻ എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. മീൻസ് എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റും കാര്യങ്ങളും ഇട്ടിട്ടില്ല. മേ ബി ഇനിയിപ്പോൾ ഇത് കാണുമ്പോൾ വരികയായിരിക്കും ചേച്ചി, അല്ലാണ്ട് കമൻറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ദീപ്തി ടീച്ചറുടെ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ട് ദീപ്തി ടീച്ചർ ഈ പുള്ളിക്കാരിയുടെ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ചെന്ന് വീഡിയോ എടുത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഇതല്ലാണ്ട് ഒരു ഫാമിലി വ്ളോഗറും എടുത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അല്ലേ ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായതാണ്. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള കമൻറ്റ്. ഞാൻ പൊതുവെ ഇവരുടെ കമൻറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു സ്ത്രീ വിരുദ്ധയാണ്.
എന്ന് വെച്ചാൽ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സ്ത്രീകളെ വളരെ വൾഗറായ രീതിയിൽ, മോശമായ രീതിയിൽ കമന്റ് ഇടുക. ഇതാണ് ഇവരുടെ ഒരു ബേസിക് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, അനാമികയും വിഷ്ണു കുട്ടിയുള്ള ഒരു വീഡിയോയില് ഒരു പൊടി കുഞ്ഞിനെയാണ് ഈ ഒരു രീതിയിൽ വൃത്തികെട്ട ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പെർട്ടിക്കുലർ ലേഡി പറഞ്ഞത്. ഇവർക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം, ഇവരെന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു വിവരവും കോമൺ സെൻസും ഇല്ലാത്ത. അതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ ഓൾറെഡി മാരീഡ് ആണ്, ഇവർക്ക് 2 കുട്ടികളുണ്ട്, അതിലൊന്നൊരു പെൺകുട്ടിയാണ്. സ്വന്തം ഫോട്ടോയും പ്രൊഫൈലും വെച്ചിട്ടാണ് ഇവർ ഓരോരുത്തരുടെ വീഡിയോന്റെ താഴെ കയറി കമന്റ് ഇടുന്നത്. അത്യാവശ്യം റീച്ചിൽ നിൽക്കുന്ന എല്ലാവരുടെ ചാനലിലും ഇവരുടെ സൈഡിൽ നിന്ന് കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കമന്റ് ഒരു അമ്മേനെ സംബന്ധിച്ച് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കമന്റാണിത്. സ്വന്തം മോളെ പിഴയെന്ന് പറയുന്നത് ഏത് അമ്മയ്ക്കാണ് സഹിക്കാൻ പറ്റുക? അനാമികയ്ക്കും സഹിക്കാൻ പറ്റിയില്ല. ആളും നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയാക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ണിമോളുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും. പിഴച്ചു നടന്ന നിന്റെ കൊച്ചല്ലേ, അതും ലോക പിഴ ജന്മമായിരിക്കും എന്ന് റാണി പി സദാശിവൻ എന്ന് പറയുന്ന ഒരു പെണ്ണുപിള്ള ഇട്ട മെസ്സേജാണ്. അവരെ പെണ്ണുപിള്ളയെ നല്ല വിളിക്കേണ്ട, അതിനപ്പുറമാണ് വിളിക്കേണ്ടത്. പക്ഷെ എൻ്റെ ഒത്തിരി പ്രായത്തിന് മൂത്തോണ്ട് ഞാൻ കുറച്ചെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു. നിന്റെ അത്ര തഴന്താരുന്നവളല്ലാത്തോണ്ട് ഞാനത് വിളിക്കുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഇട്ട് ഈ കമന്റിന് എനിക്ക് തിരിച്ച് മറുപടി തരാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിന്റെ മക്കളോ നിന്റെ ഭർത്താവോ നിന്നെ അറിയാവുന്നവരോ ഈ ഒരു വീഡിയോ കാണണം. അതിന് ഒരു കാര്യത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി 2-3 വീഡിയോ ഈ പെർട്ടിക്കുലർ ലേഡിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭർത്താവും നല്ല രീതിയിലുള്ളൊരു മക്കളും ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും എന്തായാലും അമ്മയെ ഇനി ഈ പരിപാടി അമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മേനൊന്ന് താക്കീത് ചെയ്തേനെ. അത് ചെയ്യില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇത് ആളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമാവില്ല എന്നൊരു തിരിച്ചറിവ് എനിക്ക് പേഴ്സണലി ഉണ്ട്. പക്ഷേ ഈ വീഡിയോ കാണുന്ന ആളുടെ ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ മക്കളെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് നിങ്ങളുടെ അമ്മ ചെയ്യുന്നത്. അമ്മേനെ ദയവ് ചെയ്ത് ഇത് പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കില്ലെങ്കിൽ നിങ്ങൾ നാറും. കാരണം ആ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ ഇപ്പോൾ ഈ വീഡിയോ കാണും. അവരൊക്കെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഈ രീതിയിലാണ് കാണുക. നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മളെ കുറ്റം പറയുന്ന അയൽവാസികളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയാലോ നല്ല രീതിയിൽ മുതലെടുക്കും. പിന്നെ ഇപ്പൊ ഈ വീഡിയോ ചെയ്തിടുമ്പോഴത്തേക്ക് ഒത്തിരി പേര് വന്നിട്ട് പറയുമായിരിക്കും, അയ്യോ എന്തോ ഒരു അഹങ്കാരം ആയി കൊച്ചിന്, അഹങ്കാരം തലയ്ക്ക് പിടിച്ചേക്കുവാണ് എന്നൊക്കെ പറയുന്നവർ പറഞ്ഞു. എനിക്ക് യാതൊരു പ്രശ്നവും. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും ഒരാൾ പറയുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരു അമ്മയുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും. ഞാൻ അമ്മയല്ലെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മളുടെ അമ്മേനെയോ നമ്മളുടെ അച്ഛനെയോ നമ്മളുടെ കുടുംബക്കാരെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യില്ലേ? ആരാണെങ്കിലും റിയാക്ട് ചെയ്യും. അത് തന്നെ ഇവിടെ അനാമികയും ചെയ്തിട്ടുള്ളൂ. റിയാക്ട് ചെയ്തില്ലെങ്കിലാണ് അനാമികൻ ആരെങ്കിലും എന്തെങ്കിലും പറയുക. പിന്നെ എടി റാണി പി സദാശിവൻ എന്ന് പറയുന്ന ആന്റി, എന്റെ പുന്നാര ആന്റി, ആരാണ് പിഴച്ചതെന്ന് നീ ഈ കമന്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലായി. നിന്റെ കൂടെ ഭർത്താവോ മക്കളോ ഇല്ലാത്തതിന്റെ അത് തന്നെയാണ് ഞാനിപ്പോൾ അന്തസ്സായിട്ട് എൻ്റെ കെട്ടിയവനൊപ്പത്ത് എൻ്റെ കൊച്ചു എൻ്റെ കെട്ടിയവൻ്റെ വീട്ടുകാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ടുള്ള അസൂയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. എനിക്കറിയില്ല, ഇതൊരു ഈ കമൻസ് എന്ന് പറയുന്ന ഇട നമ്മളിപ്പോൾ ഒരു പല വിഷയങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനെ റിയാക്ട് ചെയ്യണം, സംസാരിക്കണം എന്ന് നമുക്ക് തോന്നും. കമൻറ്റ് വളരെ പോസിറ്റീവ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇടാം, വളരെ നെഗറ്റീവ് എന്ന രീതിയിൽ ഇടാം. ആൻഡ് ഈ പോസിറ്റീവും നെഗറ്റീവും അല്ലാണ്ട് ഇടുന്നുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ പറയലുണ്ട് അടിപൊളി വീഡിയോ ആണ്, നല്ല രസമാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, കുറേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞങ്ങളുടെ പോയിന്റും ഇതായിരുന്നു. ഇതാണ് പോസിറ്റീവ്. നെഗറ്റീവ് പറയും നിങ്ങൾ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കാണണമായിരുന്നു, അങ്ങനെ കാണണമായിരുന്നു, ഇത് കറക്റ്റ് അല്ല. ഇത് രണ്ടും അല്ലാണ്ട് വെറുതെ തെറി വിളിക്കുക, വെറുതെ ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ വീഡിയോൻ്റെ കയറി പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ പറയുക, ഇങ്ങനത്തെ കുറേ കമൻസുകളുണ്ട്. അത് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യവും ഇല്ലാത്ത കാറ്റഗറി. അപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് ഇവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു മാനസിക പ്രശ്നമുള്ള ആൾക്കാരാണ്. കാരണം ഇവർ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല, മനഃപൂർവ്വം ഒരു വ്യക്തിനെ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ല, അവരെ ഒന്നും അല്ലാണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ഈ കാറ്റഗറി ഓഫ് ആൾക്കാരെ നമ്മളിനി എന്തൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇവരിനി പോലീസ് പിടിച്ചാലും അല്ലെങ്കിൽ ഇനി പോലീസ് കയറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും ജയിലിൽ കിടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും ഇതേ സ്വഭാവം കണ്ടിന്യൂ ചെയ്യും. ഇതൊരു മാനസിക വൈകൃതമാണ്. ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, ഒരു സൈക്കാട്രിക് ഡിസോർഡർ ഉണ്ടോ ചോദിച്ചാൽ അതെനിക്ക് കൺഫ്യൂഷനാണ്. സൈക്കാട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും ഒരു തരത്തിൽ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്താൽ റെഡിയാവുന്നതേ ഉള്ളൂ. ഒരു വട്ടവും കൂടെ ഇമാതിരി വൃത്തികെട്ട രീതിയിലുള്ള കമന്റ് എന്റെ കൊച്ചിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്റെ അക്കൗണ്ടിൽ ഞാനിടുന്ന വീഡിയോയ്ക്ക് പ്രതികരിച്ചാൽ പൊന്നുമോളെ ചൈൽഡ് പ്രൊട്ടക്ഷനിൽ ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും. പിന്നെ നീ അകത്ത് പോയി കിടക്കും, നിനക്ക് ആ വക് പറഞ്ഞുകൂടാത്തോണ്ട്.
100% അനാമിക വിഷ്ണു ഈ ഒരു കാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചൈൽഡ് ലൈൻ ഇന്ന് വളരെ സ്ട്രോങ് ആണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ സ്പോട്ടിന് ആക്ഷൻ എടുക്കുന്ന ടീമാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു സാധനം അനാമിക പണ്ടേണ്ട സെക്കൻഡ് രാണീൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനവും. അപ്പോൾ ഈ ഒരു വിഷയം വെച്ച് തന്നെ ഇതൊരു കേസാക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. എന്തായാലും കാണാം. രാണി ചേച്ചി, എനിക്കൊരു അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. ഈ കുറച്ച് ഉളുപ്പ് ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഇനിയും നാറും. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.